നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പറവൂർ നഗരസഭാ സെക്രട്ടറി അനുവദിച്ച തുക സ്വകാര്യ കമ്പനി തിരിച്ചടച്ചു. അത്താണിയിലെ സിനാരിയോ വെഞ്ചേഴ്സ് എന്ന കമ്പനിയാണ് നഗരസഭ അടക്കേണ്ട പണം തിരിച്ചടച്ചത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, അങ്ങനെ സർക്കാരിന് നൽകിയ പണം ഒരു സ്വകാര്യ കമ്പനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചട്ടമുണ്ടോ? അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ സർക്കാർ ഇത്തരത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും 1 ലക്ഷം രൂപ ഡൊണേഷനായി നവകേരള സദസ്സിന് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറവൂർ നഗരസഭ ഇത്തരത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഈ നവകേരള സദസ്സിന് ഒരു പണം അനുവദിച്ചു, കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ എന്ന തരത്തിൽ വലിയ വാർത്തകൾ വരുന്നു, രാഷ്ട്രീയ ചർച്ചയാകുന്നു. അങ്ങനെയാണിത് റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. പക്ഷേ സെക്രട്ടറി അത് അനുവദിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ പണം അനുവദിച്ചു എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടിയിട്ടാണ് അനുവദിക്കുന്നത്. പക്ഷേ അത് ഈ പന്തൽ ആവശ്യത്തിന്, പന്തലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവിടുത്തെ ഈ നവകേരള സദസ്സിന്റെ ജോയിന്റ് കൺവീനറായിട്ടുള്ള ഭൂപതിവ് തഹസിൽദാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊടുത്തിട്ടുള്ളത്. ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ്. അതായത് ഈ പന്തൽ സർക്കാരിന് വേണ്ടി തന്നെ ഈ ഇവിടെ പന്തൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മുൻകൂർ കൊടുത്ത പണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് നഗരസഭ ഹൈക്കോടതിയിൽ പോയി അപ്പോൾ ഈ തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൗൺസിലിന്റെയോ ചെയർമാന്റെയോ തീരുമാനമില്ലാതെ ഫണ്ട് അനുവദിക്കുന്നത് ശരിയല്ല, നഗരസഭയുടെ ഫണ്ട് അത്തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി തീരുമാനമെടുത്തത്. തുടർന്നാണ് ഇപ്പോൾ തിരിച്ച് ആർക്കാണോ ആ പണം ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നൽകിയത് ആ പണം തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനി പണം തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. സർക്കാരിന് നൽകിയെന്ന് പറയുമ്പോൾ അത് ഈ പന്തൽ ആവശ്യങ്ങൾക്കായി ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ് സെക്രട്ടറി നൽകിയത് എന്നതാണ് വ്യക്തമാകുന്നത്. ആ പണമാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ തിരിച്ചടയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടലാണ്. അത്തരത്തിൽ സർക്കാരിന് ഇത്തരം ഡൊണേഷൻ നൽകണമെന്ന് പറയാൻ ഒരു അധികാരമില്ല. മാത്രമല്ല ഈ നഗരസഭയുടെ ഫണ്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് അത്തരത്തിൽ തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിൽ തുക അനുവദിക്കുന്നതും ശരിയല്ല, നിയമവിരുദ്ധമാണ്. അത് കൗൺസിലിന്റെയോ ചെയർമാന്റെയോ നിർദ്ദേശം ഇല്ലാതെ ആണ് ഈ തുക അനുവദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പണം മടക്കി നൽകിയിട്ടുള്ളത്. ശരി.